ആർത്തിയ മനുഷ്യനും മുതലുണ്ടാക്കാൻ മതിയാകുന്നില്ല, മരിക്കുന്നവരെ മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കുറെ മുതലൊക്കെ ഉണ്ടാവും. എന്തേ ഇപ്പം സമ്പാദിച്ചെന്ന് വെച്ചാൽ പറയും ആടെ 2 മുറി പീടിയ, പിന്നെ പന്നിയങ്കര ഒരു 10 സെന്റ് സ്ഥലം, പിന്നെ ആ കാളു റോഡിന്റെ അടുത്തൊരു 3.5 സെന്റ്. ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും. ഈ ദുനിയാവെന്ന് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുമ്പം ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ. പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും, മൂത്തോള് M.Tech ആയിരുത്തി, രണ്ടാമത്തോള് MC ആയിരുത്തി, മോൻ പഠിച്ച് പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന് മൂത്തോന്റെ മോക്ക 10A+ കിട്ടിയത്, ഇളയോന്റെ മോളാപ്പ അൽഫിത്തറെ പോയി 10 സൂറത്ത് കാണാണ്ട് ചെല്ലിത്തരുന്ന്. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. പലർക്കും പറയാം മക്കളെയും മരിയക്കളെയും പൈസന്റെയും കണക്കേ ഉള്ളൂ റസൂലേ. അവർക്ക് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയാണ്. ആളെ പറ്റിച്ചിട്ടും കൊള്ളലാഭെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അത് അള്ളാന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് വർളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്കുക. ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ഷാദുലിപ്പള്ളിയിൽ ഖുതുബ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കുറെ കടണ്ടായിരുന്നു, ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, 8 കോടി ഉറുപ്പിന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും, ഒരു ഒപ്പിന്റെ കുറവേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോവുക, നിങ്ങൾ ദുആരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഹൈറാവട്ടെ. 3 ആഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു. ഓമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രക്ക് റാഹത്തായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഓന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദിയ എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ നിങ്ങൾ ദുആൽ എന്നെ ഉൾപ്പെടുത്തും. ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി? ഓൻ പറഞ്ഞു അതെനിക്ക് പോയി ഉസ്താദേ, അതെനിക്ക് കിട്ടിയില്ല. ഇതും പറഞ്ഞു ഓനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്നായി പോയി. ഞാൻ അവന്റെ പിന്നെ ചെന്ന് തോളത്ത് ഇങ്ങനെ കൈവച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല ഉസ്താദ്, എനിക്ക് പടച്ചോൻ 8 കോടിക്ക് പകരം 16 കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അതിനാണല്ല ഈ 8 കോടി കളഞ്ഞതെങ്കിലോ, എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട്. ആ ഒരു ഈമാൻ ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കൊരു 10 ഉറുപ്യ പോയാൽ മതി, പിന്നെ ഒരു 3 ആഴ്ചത്തേക്ക് ഉറക്കുണ്ടാവില്ല, ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാൽ. അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു പോയാൽ പോലും ഇപ്പൊ മനസ്സിന് ചൊറിച്ചില്ല. ഓല 5-6 ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര 20,000 10,000, പിന്നെ അതിന്റെ ബേജാറ് വേറെ. എല്ലാവരും അത്തരക്കാര് എന്നല്ലോ, കുറ്റപ്പെടുത്തല്ല. ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക്. എല്ലാ കാര്യവും 2 വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം. സൗഹൃദങ്ങൾ പോലും ലാഭ, ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല. ഏട്ടനെ കച്ചവടത്ത് കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി, അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി. ഇതൊക്കെയപ്പം നാട്ടിൽ നടക്കുന്നത്. സൗഹൃദങ്ങൾ, ഭാര്യന്റെ കുടുംബക്കാരെ, അളിയന്മാരെ, ബന്ധുക്കളെ, മോളവിയാപ്പിളനെ, ഇതൊക്കെ വ്യാപക. എന്തുണ്ട് നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാണ്. ഭയങ്കര നിസ്കാരവും നോമ്പ്, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഉംറക്കും പോകുന്നുണ്ടാവും. നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന ഇബാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല. ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറുപ്പ്യുണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ 1 കോടിയേക്കാളും വിലണ്ട് എന്നാ റസൂലുള്ള പഠിപ്പിച്ച്. 1 ദിർഹം 1,00,000 ദിർഹത്തെ മറികടക്കും. സഹാബാക്കൾ ചോദിച്ചു നബിയെ എങ്ങനെ? ഒരു സാധുവിന് 2 ദിർഹമേ ഉള്ളൂ, ആ 2ഉം ഹലാല, അതിലൊന്നോൻ അള്ളാന്റെ മാർഗത്ത് കൊടുത്തു. എന്നാൽ കോടീശ്വരൻ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട്, ഓൻ 1 കോടി ഉറുപ്യ കൊടുത്തു. ഓന്റെ കോടിയേക്കാൾ 1 ദിർഹത്തിനാണ് പടച്ചോന്റെ വില. വർളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ തന്നതിൽ ഒരു